ഭൗതിക ശരീരം ഭൂമിയിലുണ്ടെങ്കിലും ഇദ്ദേഹം ഇപ്പോൾ ഒരു ആത്മീയ യാത്രയിലാണ്. ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്നതിലും അപ്പുറം ഡ്രഗ്സ് ഉപയോഗിച്ച് സമാന്തര പ്രപഞ്ച ആരോഹണത്തിലാണ് ഇദ്ദേഹം. ഈ നാട്ടിൽ ഇത് സർവ്വസാധാരണമായ ഒരു കാഴ്ചയാണ്. കാരണം ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ ഡ്രഗ്സ് മാർക്കറ്റാണ്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ അമേരിക്കയിലെ കെൻസിംഗ്ടൺ എന്ന പ്രദേശത്തു നിന്നുള്ളവയാണ്. കെൻസിംഗ്ടൺ, ഫിലാഡൽഫിയ. ഏകദേശം 1970 മുതലാണ് ഇവിടെ ഡ്രഗ്സിന്റെ കച്ചവടം ആരംഭിച്ചത്. ഈ നാട്ടിൽ ബോധത്തോടെ നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതാണ് അത്ഭുതം. ഒരു നാട്ടിലെ ഒരു കൂട്ടം മനുഷ്യർ മുഴുവനായി ഡ്രഗ്സ് ഉപയോഗത്താൽ നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്. പ്രാഥമികമായി താഴ്ന്ന വരുമാനമുള്ളതും ഒരു തൊഴിലാളി വർഗ മേഖലയുമാണ് ഇത്. 1960കളിലെ വ്യവസായവൽക്കരണ സമയത്ത് ഇവിടെയുള്ള ആളുകളിൽ മഹാഭൂരിപക്ഷം പേർക്കും തൊഴിൽ നഷ്ടപ്പെട്ടിരുന്നു. പിന്നീടുണ്ടായ ഒരു വലിയ ദാരിദ്ര്യമാണ് ഇവരെ ഇത്തരത്തിലുള്ളൊരു സമൂഹമാക്കി മാറ്റിയത്. നമ്മൾ ഈ കാണുന്നത് ഒരു വീടാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പബ്ലിക് ടോയ്ലറ്റാണ്. ഈ കാണുന്ന ചപ്പുചവറുകളുടെ ഒരു ലോകമാണ് ഇവരുടേത്. ഇതിലാണ് ഇവരുടെ ജീവിതം. ഇവിടെ ജനിക്കുന്ന കുട്ടികളുടെ ജനനവും ജീവിതവും മരണവും എല്ലാം ഈ കുപ്പത്തൊട്ടിയിൽ തന്നെ. കൺക്ലൂഷനായി പറയാനുള്ളത്, എല്ലാ വികസ്വര രാജ്യങ്ങൾക്കും അതിന്റേതായിട്ടുള്ള ഷെയ്ഡുകളുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചും സാംസ്കാരിക പുനരുദ്ധാരണത്തെക്കുറിച്ചുമൊക്കെ എലൈറ്റ് ക്ലാസ് ഭരണാധികാരികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും അവർക്കത് പറഞ്ഞേ പറ്റൂ. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നന്ദി.